ആങ്കറിങ് ചെയ്യുമ്പോൾ പണി അറിയാവുന്നവരുടെ കൂടെ നിന്ന് ചെയ്യുന്നത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ എത്രയും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് GP ഫോർ ഹാവിങ് സം ഫ്യൂ വേർഡ്സ്. നല്ലൊരു കൈയടിക്കാകാം. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും നിൽക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് എപ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു നാടിൻ്റെ വളർച്ച എന്ന് പറയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അവിടുത്തെ വ്യവസായികളാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു നാട് വളരുക എന്ന് പറയുന്നത് അവിടുത്തെ സംരംഭങ്ങൾ വളരുമ്പോഴാണ്. അതൊരു കൂട്ടായ പ്രയത്നമാണ്. ഗോപാലൻ ചേട്ടനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഒരു കാര്യമാണ്. അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ അത്തരം വിഷണറീസിൽ നിന്നും അത്തരം ഓൺട്രപ്രണേഴ്സിൽ നിന്നും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെയും നമ്മളുടെയും ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ പറയാനുള്ളത്. ഗോകുലം പോലുള്ളൊരു ബ്രാൻഡിൽ നിന്നും ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ സ്റ്റോഴ്സ്, എസ്പെഷ്യലി ഇലക്ട്രോണിക് മേഖലയിലേക്ക് വരുമ്പോൾ, അത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വളർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോകുലം പോലെയുള്ളൊരു കമ്പനിയുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അതൊരു ടീം എഫേർട്ട് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ എത്ര പാഷനേറ്റ് ആയിട്ടാണ് രജനി വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഞങ്ങളെ വിളിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഇതിൻ്റെ വേണ്ടി കോർഡിനേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ വോയിസിലുള്ള ഒരു പാഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. എപ്പോഴും ഒരു നല്ല ടീം ബിൽഡായി വരിക എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ, വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാപ്റ്റൻ അതിനുണ്ടാവുക എന്ന് പറയുമ്പോഴാണ്. എനിക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ അവതരണം തുടങ്ങിയ സമയത്ത് D4 ഡാൻസ് എന്ന് പറഞ്ഞൊരു ഷോ 2014 കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അന്നിങ്ങനെ അത് വളരെ പോപ്പുലറായിട്ട് GP എന്നുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് ഒരു കോള് വന്നിരുന്നു ഗോപാലേട്ടൻ്റെ. വളരെ റാൻഡം ആയിട്ടുള്ളൊരു കോള്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ വീട്ടിൽ ഞങ്ങളിത് കാണാറുണ്ട് കേട്ടോ, വളരെ മനോഹരമാവുന്നുണ്ട്, അവതരണമൊക്കെ നന്നായി വരട്ടെ. ഒരു റാൻഡം കോൾ. അപ്പം ഞാൻ ആലോചിക്കുക, ഇത്രയും തിരക്കുള്ളൊരു ബിസിനസ്സുകാരൻ, ഇത്രയും തിരക്കുള്ള ഒരാൾ, ഇന്ന് തന്നെ അദ്ദേഹത്തിന് ശ്വാസം വിടാൻ സമയമില്ലാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാം കണ്ട് എന്നെ, ഇപ്പം അദ്ദേഹത്തിന് അത് ഓർമ്മ പോകുന്നത് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് വന്ന വളരെ കുറച്ച് കോളുകൾ ഒരു വലിയ കോളായിരുന്നു അത്. അദ്ദേഹം ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ അങ്ങനെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ടാവും. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ജസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ചെറുതല്ല. രണ്ട്, ഇത്രയും ലളിതമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇത്രയും വലിയ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതും ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്ര കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു വലിയ വിജയമാവട്ടെ. ഇനി ജി സ്റ്റോഴ്സിന് ഒരുപാട് ഇതുപോലത്തെ സ്റ്റോറുകൾ തുറക്കാൻ സാധിക്കട്ടെ. ഗോപാലേട്ടന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ തിരക്ക് ആയിട്ട് എല്ലാം തൊടാതെ ഓടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.